ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഒരു വലിയ നോമ്പ് തുറയാണ്. ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് ചീറ്റിപ്പോയ ഞങ്ങളൊരു നോമ്പ് തുറ. ഹോസ്റ്റലിൽ നിന്ന് തന്നെ നോമ്പ് തുറന്നാൽ അതൊരു വൈബ് ഉണ്ടാവില്ല. നമുക്ക് പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കുക എന്നുള്ള ഫ്രഷ് ഐഡിയ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പ്രീ ബുക്കിംഗ് ഇല്ലാതെ എവിടെയും നോമ്പ് തുറക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ബസ്സിൽ കയറി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോയത്. അപ്പോൾ ബസ്സിൽ കയറിയതിനുള്ള ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അൽക്ക മന്തിയിൽ പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഹൈപ്പ് കിട്ടിയിട്ടുള്ള വടകരയിൽ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് അൽക്ക. അപ്പോൾ അൽക്കയിൽ നല്ല മധുഹൂത്ത് കിട്ടും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ആരും ഇതുവരെ മധുഹൂത്ത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ ആക്കാം. അങ്ങനെ ഞങ്ങൾ മധുഹൂത്തൊക്കെ ഓർഡർ ചെയ്തതിന് ഫുഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഫുഡ് ലേറ്റായിട്ടേ കിട്ടുള്ളൂ എന്നുള്ളത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. മന്തിക്കൊക്കെ ഏറ്റവും നല്ല ഹൈപ്പുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മന്തിക്കൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ഇത് പഠിച്ചാലാ മന്തി കിട്ടും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്രമവേളകൾ എങ്ങനെ ആനന്ദകരമാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി, വീഡിയോസ് എല്ലാം ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ മോട്ടിവേഷൻ ആക്കി കൊടുത്ത്. ഞാൻ ഓൾറെഡി വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് പറയാൻ കാത്തിക്കുന്ന പോലെ ഞാൻ നോക്കുമ്പോൾ 3 പേരും ഇപ്പുറത്തുള്ള 3 പേരും യൂട്യൂബ് ചാനൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീഡിയോയും പോസ്റ്റ് ചെയ്ത്. അപ്പം ഞങ്ങളതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ നല്ല ബിസി ആയിരുന്നു. അങ്ങനെ ചാനലൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡ് ടേബിളിലെത്തി. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഫുഡ് കിട്ടി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി, ഫുഡ് വന്നല്ലോ കഴിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഈ ചായക്ക് മധുരം ഇല്ലെങ്കിൽ നമ്മൾ കുടിച്ചു. ബൈ ബൈ. അങ്ങനെ ഒരു ദിവസത്തെ രാത്രി മോയലിൻ്റെ ശേഷം നമ്മൾ കടന്നുമ്പോൾ നിങ്ങൾ അൽക്ക മന്തിയിൽ നിന്ന് വിട പറയുകയാണെങ്കിൽ ഇതെല്ലാം ഓൺ വോയിസ് ആയിട്ടിടും.